സംഭവത്തിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു. മനക്കുടി പുള്ളു റോഡ്, മനക്കുടി കോടഞ്ഞ റോഡ്, കരാഞ്ചിറ ബണ്ട് റോഡ് എന്നിവ അടച്ചു. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി. സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. പാലപ്പിള്ളിയിൽ വീണ്ടും വീടിന് നേരെ കാട്ടാന ആക്രമണം. വീടിന് മുകളിലേക്ക് കവുങ്ങുകൾ മറിച്ചിട്ട കാട്ടാനക്കൂട്ടം കോഴിക്കോടും തൊഴുത്തും തകർത്തു. 5 ആനകളാണ് വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തിയത്. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട കോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞു. കണ്ണാറയിൽ സ്കൂൾ വാൻ പൈപ്പ് ലൈനിനായെടുത്ത കുഴിയിൽ താഴ്ന്നു. പുന്നമ്പറമ്പിൽ സിമന്റ് കയറ്റി വന്ന ലോറി റോഡരികിൽ താഴ്ന്നു. ജൂതപ്പള്ളി സംരക്ഷിക്കാൻ മാള പഞ്ചായത്ത് കത്ത് നൽകിയാൽ ഇസ്രായേൽ എംബസിയുമായി ആശയവിനിമയം നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം അറിഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയില്ല. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭാ അധികൃതർ. പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ 23 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിൽ ചാലക്കുടി താലൂക്കിൽ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു. 116 കുടുംബങ്ങളിൽ നിന്നായി 337 പേരെയാണ് വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കനത്ത മഴയും മിന്നൽ ചുഴലിയും എളവള്ളി പാവറട്ടി പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. പ്രദേശത്തെ മരങ്ങൾ കടപുഴകി വീണു. വീടുകളുടെ ഓടും ഷീറ്റുകളും പറന്നുപോയി. ഇലക്ട്രിക് പോസ്റ്റുകൾ വീണും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കാക്കശ്ശേരി ഹനുമാൻകാവ് ക്ഷേത്രത്തിനു സമീപം മനോജ് കുമാറിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മാവ് വീണ് ചില്ലുകൾ തകർന്നു. പ്രദേശത്തെ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിൽ തെങ്ങ് വീണു. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ആതിര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു. പാവർട്ടി പഞ്ചായത്തിൽ കുറ്റിക്കാട്ട് അന്തോണിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണു. നീലങ്കാവിൽ NJ ലിയോയുടെ വീട്ടിൽ 2 മാവ് കടപുഴകി. പുത്തൂർ ഡേവിസിന്റെ വീട്ടിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. പാമ്പിങ്ങൽ മുരളിയുടെ വീട്ടിലെ ഐനിമരവും ഊരുപറമ്പിൽ രാമകൃഷ്ണന്റെ വീട്ടിലെ മാവും കാറ്റിൽ വീണു. മുരളി പെരുന്നെല്ലി MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി, എളവള്ളി വില്ലേജ് ഓഫീസർ ജോയിസി എന്നിവർ നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു. TCV പാവറട്ടി. നാട്ടികയിൽ കടലേറ്റം രൂക്ഷം. നാട്ടിക ബീച്ച് റിസോർട്ടിന് സമീപമാണ് കടലേറ്റം രൂക്ഷമായത്. വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച 30ഓളം ഷെഡുകളും സമീപ പ്രദേശങ്ങളിലെ തെങ്ങുകളും കടലെടുത്തു. കുഴിപ്പൻ തിരമാലകളാണ് നാശനഷ്ടമുണ്ടാക്കിയതെന്ന് സമീപവാസികൾ പറഞ്ഞു. നേരത്തെ പ്രദേശത്ത് കുഴിപ്പൻ തിരമാലകൾ കാരണം 20 മീറ്ററോളം കരഭാഗം കടലെടുക്കുകയും നിരവധി കാറ്റാടി മരങ്ങളും തെങ്ങുകളും കടപുഴകി വീഴുകയും ചെയ്തിരുന്നു. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വീടാണ് തകർന്നത്. പുലർച്ചെ 4 മണിയോടെ വീടിന്റെ ചുവരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് ബിജീഷും ഭാര്യയും 2 കുട്ടികളടങ്ങുന്ന കുടുംബം പുറത്തേക്ക് ഓടി നിമിഷങ്ങൾക്കുള്ളിൽ വീട് പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിനായി ബിജേഷ് നേരത്തെ എഴുന്നേറ്റിരുന്നു. ഈ നേരത്താണ് ചുമർ പൊട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെയാണ് ഭാര്യയും കുട്ടികളുമായി പുറത്തേക്ക് ഓടിയത്. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു വീണു. ബ്രഹ്മകുളം വട്ടംപറമ്പിൽ വത്സല വിജയന്റെ വീടാണ് തകർന്നത്. വീടിന് മുൻവശത്തെ പൂജാമുറിയുടെ ഓടുകളും കഴുക്കോലും നിലംപൊത്തി. ചുമരും ഇടിഞ്ഞു വീണു. വാർഡ് കൌൺസിലർ അജിത്ത്, മുൻ കൌൺസിലർ ജലീൽ പണിക്കവീട്ടിൽ, വില്ലേജ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തെക്കുംകര വിരുപ്പാക്കയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. വീട് തകർന്നു. ആർക്കും പരിക്കില്ല. നമ്പ്രത്ത് തങ്കമ്മയുടെ വീടിന് മുകളിലേക്കാണ് പുളിമരം കാറ്റിൽ മറിഞ്ഞു വീണത്. വീട്ടിൽ ഉറങ്ങുകയായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്.
തങ്കമ്മയും മരുമകൾ പ്രീതയും 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. ആലപ്പാട് പൊറത്തൂരിൽ വെണ്ണീറായി സംഗീതത്തിന് സമീപം തെങ്ങ് വീണ് വീടിനും കാറിനും കേടുപാട് പറ്റി. 3 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. കുന്നത്ത് ലൗലി ജോഷിയുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിലെ ക്ലാസ് മുറിയുടെ മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഓടുകൾ തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് തേക്കുമരത്തിന്റെ കൊമ്പ് പൊട്ടിവീണത്. പുലർച്ചെയായതിനാൽ വൻ അപകടം ഒഴിവായി. ഓടുകൾ തകർന്നതുമൂലം ഈ ക്ലാസ് മുറിയിലെ കുട്ടികളെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയാണ് പഠനം നടത്തിയത്. സ്കൂളിന്റെ തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന ഉണങ്ങിയ മരവും സ്കൂളിലേക്ക് വീണിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പള്ളിപ്പുറം ആലപ്പാട് റോഡിൽ വെള്ളം കയറി. ഇരുവശത്തുമുള്ള കോൾപ്പാടങ്ങൾ നിറഞ്ഞു കവിഞ്ഞാണ് റോഡിലേക്ക് വെള്ളം കയറിയത്. മനക്കൊടി പുള്ള് റോഡ്, മനക്കൊടി കോടഞ്ഞൂർ റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴ തുടർന്നാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ്. ചാഴൂർ, പാറളം, അരിമ്പൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകളുടെ പരിസരം വെള്ളത്തിലായി. ശക്തമായ മഴയിൽ പറപ്പൂക്കര, തൊട്ടിപ്പാൾ, മാടപ്പുറം, ജൂബിലി നഗർ എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. തൊട്ടിപ്പാൾ KSUP സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വീട്ടുകാരെ മാറ്റി. 13 പേരാണ് ക്യാമ്പിലുള്ളത്. പാവറട്ടി വെൺമനാട് ആശുപത്രി പടിക്ക് സമീപം ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. പാവറട്ടി പഞ്ചായത്ത് വെൺമനാട് VK ദേവദാസിന്റെ വീടാണ് തകർന്നത്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ചുമര് മഴയിൽ തകർന്നു വീണു. ഓടിട്ട വീടിന്റെ മേൽക്കൂരയിലെ കഴുക്കോലുകളും ദ്രവിച്ച അവസ്ഥയിലാണ്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ, വിവിധ രേഖകൾ, സൈക്കിൾ എന്നിവ നശിച്ചു. വീടിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ട നിലയിലാണ്. വീട്ടിൽ നിന്നും താമസം മാറേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കുടുംബം. കൊടുങ്ങല്ലൂർ പാലിയം തുരുത്തിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു. പാലിയം തുരുത്ത് കോഴിപ്പറമ്പിൽ 63 വയസ്സുള്ള ബോസാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ഇയാളെ കാണാതായതും. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വെള്ളം കയറിയതിനാൽ മനക്കൊടി പുള്ള് റോഡ്, മനക്കൊടി കോടഞ്ഞൂർ റോഡ്, കരാഞ്ചിറ ഭണ്ട് റോഡ് എന്നിവ അടച്ചു. ഇതുവഴിയുള്ള ഗതാഗതം പൊതുമരാമത്ത് വകുപ്പ് പൂർണ്ണമായി നിരോധിച്ചു. സമീപത്തെ പാടത്തുനിന്നും ഇറിഗേഷൻ കനാലിൽ നിന്നും റോഡിലേക്ക് ക്രമാതീതമായി വെള്ളം കയറി ഗതാഗതം അപകട ഭീഷണിയിലായ സാഹചര്യത്തിലാണ് നിരോധനമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. തുടർച്ചയായ മഴയിൽ മാപ്രാണം വാതിൽമാടം ഉന്നതിയിലുണ്ടായ വെള്ളക്കെട്ട് പ്രദേശം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ഉന്നതിയിലെത്തിയ മന്ത്രി മുഴുവൻ വീടുകളും സന്ദർശിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ 38-ാം വാർഡിൽ നിരവധി വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വാതിൽമാടം ഉന്നതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ഉടൻ നഗരസഭയും MLAയും ഇടപെട്ട് വീട്ടുകാരെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നും അതിന് എല്ലാ സഹായങ്ങളും ചെയ്യാൻ സന്നദ്ധനാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജില്ലാ നേതാക്കളായ AR ശ്രീകുമാർ, കൃപേഷ് ചെമ്മണ്ട, KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റേതാണ് ഉത്തരവ്. സൗഹൃദ വില്ല റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. മുള്ളൂർക്കര പഞ്ചായത്തിലെ അകമലയിൽ ബീവറേജ് തുറക്കാൻ ഇക്കഴിഞ്ഞ മെയ് 19-നാണ് സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ലൈസൻസ് അനുവദിച്ചത്. വിജനമായ മേഖലയായതിനാൽ സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബീവറേജിന്റെ പ്രവർത്തനം ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് റെസിഡൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അഭിഭാഷകരായ ശ്രീലക്ഷ്മി സാബു, VP മഹേശ്വരൻ എന്നിവർ ഹർജിക്കാർക്കുവേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി.
പാലപ്പിള്ളിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വീടിന് നേരെ കാട്ടാന ആക്രമണം. പാലപ്പിള്ളി അക്കരപ്പാടി കുഴിത്തറ സുധീറിന്റെ വീടിന് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. 5 ആനകളാണ് വീട് മുറ്റത്തെത്തി ഭീതി പരത്തിയത്. വീടിന് മുകളിലേക്ക് കവുങ്ങുകൾ മറിച്ചിട്ട ആനക്കൂട്ടം കോഴിക്കോടും തൊഴുത്തും തകർത്തു. തിങ്കളാഴ്ച രാത്രിയിലാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി നാശനഷ്ടം വരുത്തിയത്. മണിക്കൂറുകളോളം വീട്ടുമുറ്റത്ത് ഭീതി പരത്തിയ ആനകളെ പാലപ്പിള്ളിയിൽ നിന്നെത്തിയ വനപാലകർ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കാട് കയറ്റിയത്. കഴിഞ്ഞ ദിവസം പാലപ്പിള്ളി നടാമ്പാടം ചെമ്പലങ്കാട് പ്രദേശത്ത് കാട്ടാനയെത്തി പാലപ്പറമ്പിൽ ആസിയയുടെ വീടിന് മുകളിലേക്ക് മരങ്ങൾ മറിച്ചിട്ടിരുന്നു. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്രയാത്രികർ ജീവൻ പണയപ്പെടുത്തിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കുഴിയിൽ വീണ് അപകടം പതിവാണ്. തിരുവത്ര ഭാഗത്താണ് കൂടുതൽ അപകടം. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കുഴികൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചില കുഴികൾ വലിയ ആഴമുള്ളതിനാൽ വീണാൽ വാഹനം മറിഞ്ഞ് അപകടമുറപ്പ്. ഇവിടെ ഗതാഗതക്കുരുക്കും പതിവാണ്. ദീർഘദൂര യാത്രികരടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മഴ കനത്താൽ റോഡും ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ്. പ്രധാന പാത തുറന്നു കൊടുക്കാത്തതിനാൽ സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞു. 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റവർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിട്ടു. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാടത്തിനോട് ചേർന്നുള്ള ബാരിക്കേഡുകൾ തകർത്ത് മറിയുകയായിരുന്നു. സ്ഥിരം അപകട സ്ഥലമായ ഈ പ്രദേശം ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത റോഡിലെ കുഴിയിൽ സ്കൂൾ വാൻ താഴ്ന്നു. വൻ അപകടം ഒഴിവായി. കണ്ണാറ ഹണി പാർക്കിന് സമീപമാണ് സംഭവം. തൃശൂർ കോർപ്പറേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച കുഴിയിലാണ് സ്കൂൾ വാൻ താഴ്ന്നത്. വാഹനത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരി പുന്നംപറമ്പിൽ സിമന്റ് കയറ്റിവന്ന ലോറി റോഡരികിൽ താഴ്ന്നു. VNMM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്താണ് സംഭവം. PG വാഴാനി ടൂറിസം ഇടനാഴി ജോലിയുടെ ഭാഗമായി റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് ഇട്ട് സുരക്ഷിതമാക്കിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ വെള്ളം തളം കെട്ടി റോഡിന്റെ വശങ്ങൾ താഴുന്നുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ നവീകരണ പ്രവർത്തികൾ നടത്തിയതാണ് റോഡിന്റെ വശങ്ങളിടിയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ജൂതപ്പള്ളി സംരക്ഷിക്കാൻ മാള പഞ്ചായത്ത് കത്ത് നൽകിയാൽ ഇസ്രായേൽ എംബസിയുമായി ആശയവിനിമയം നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മേൽക്കൂര തകർന്നു വീണ ജൂതപ്പള്ളി സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മേൽക്കൂര തകർന്ന ശേഷമുള്ള നിർമ്മാണങ്ങളും സംബന്ധിച്ച് മുസിരിസ് പൈതൃക പദ്ധതി മാനേജർ സജന വസന്തരാജുമായി കേന്ദ്രമന്ത്രി ആശയവിനിമയം നടത്തി. ജൂതപ്പള്ളിയുടെ ഉടമസ്ഥാവകാശമുള്ള മാള പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിട്ടില്ല. പഞ്ചായത്തുമായി ആശയവിനിമയം നടത്താൻ മുസിരിസ് പൈതൃക പദ്ധതി മാനേജരോട് സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, P വിപിൻ, KK അജയ്കുമാർ, ലോചനൻ അമ്പാട്ട് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭാ അധികൃതർ. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 14 മേലേമ്പാട്ട് ആലുംചോട് പരിസരത്താണ് വർക്ക്ഷോപ്പ് മാലിന്യം ഗോവ രജിസ്ട്രേഷൻ പിക്കപ്പ് ജീപ്പിൽ കൊണ്ടുവന്ന് തള്ളിയത്.
കെമിക്കൽ മാലിന്യം തള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അധികൃതർ എത്തി സ്ഥലം പരിശോധിച്ചു. മാലിന്യം സ്ഥലത്തു നിന്ന് നീക്കാനും 25,000 രൂപ പിഴ അടയ്ക്കാനും വാഹനവുമായി എത്തിയവർക്ക് നോട്ടീസ് നൽകി. എന്നാൽ ഒരു ലോഡ് മാലിന്യം നീക്കം ചെയ്ത് ബാക്കി മാലിന്യത്തിന് മുകളിൽ മണ്ണിടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഇതുവരേക്കും യാതൊരു നടപടിയില്ല. ഇവിടെ മണത്തിട്ടിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരു നടപടി എന്തായാലും എടുക്കണം. ഈ വണ്ടിക്കകത്ത് ബുക്കും പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പോലീസുകാർ വന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ ഒരു നടപടി എടുക്കാനോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നഗരസഭ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയില്ല. ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി കിട്ടണം. വർക്ക്ഷോപ്പ് മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് പാടത്തോട് ചേർന്നുള്ള നീർച്ചാലിലാണ്. അതിനാൽ തന്നെ മേഖലയിൽ വെള്ളം കെട്ടിനിന്ന് സമീപ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം നഗരസഭ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയം കരുവന്നൂരിന്റെ മാത്രം പ്രശ്നമല്ലെന്നും കേരളത്തിലാകെയുള്ള സഹകരണ മേഖലയിലുള്ള പ്രശ്നമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപമുണ്ടായിട്ടും സ്വകാര്യ വ്യക്തിയുടെ നായയുടെ ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട പൊറുത്തുശ്ശേരി സ്വദേശി കോട്ടയ്ക്കകത്തുകാരൻ പൌലൂസിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറിമാരായ കൃപേഷ് ചെമ്മണ്ട, KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് തുടങ്ങിയവർ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ച പരിശോധിക്കുന്നതിനിടെയുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വട്ടനാത്ര കൈനാത്തൂടൻ വീട്ടിൽ 62 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മെയ് 30-ന് കണ്ണമ്പത്തൂർ പൊന്നാമ്പിടി ബിന്ദുവിന്റെ വീട്ടിലായിരുന്നു സംഭവം. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ബിന്ദു ചികിത്സയിലാണ്. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ അശോകൻ അടുക്കളയിൽ സിലിണ്ടർ പരിശോധിക്കുന്നതിനിടെയായിരുന്നു അപകടം. പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ജീവനക്കാരനായ TA അരുണാണ് അറസ്റ്റിലായത്. 2 കുട്ടികളുടെ അമ്മയായ 38-കാരിയാണ് പരാതിക്കാരി. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. ചായ്പൻകുഴി പൊന്നാമ്പിയോളിയിൽ കപ്പേളയുടെ രൂപക്കൂട് കല്ലെറിഞ്ഞ് തകർത്ത നിലയിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മാനസിക സ്വാസ്ഥ്യമുള്ളതായി പറയുന്നു. കപ്പേളയുടെ അകത്തെ രൂപം ഒരു വശത്തേക്ക് വീണ നിലയിലായിരുന്നു. വിവരമറിഞ്ഞ പുളിങ്കര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജി കുന്നേൽ സ്ഥലത്തെത്തി. വിവിധ ജനപ്രതിനിധികളും സാമുദായിക നേതാക്കളും സംഭവസ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് മുനയ്ക്കക്കടവിൽ കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. KS പാർവതിയാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. മുനയ്ക്കക്കടവ് ഇക്ബാൽ നഗർ നിവാസികളായ ഒരു കൂട്ടം യുവാക്കളാണ് കയ്യേറ്റത്തിന് ശ്രമിച്ചതെന്ന് മാധ്യമപ്രവർത്തക ചാവക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഈ വീഡിയോ എടുക്കണേ ചെയ്യാൻ പറ്റുമോ? ചാനലുകൾ കുറെ ചാനലുകൾ വരും ഇവിടെ. പറ്റൂല, സമ്മതിക്കൂല, വീഡിയോ എടുക്കരുത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ ആനക്കല്ല് തിപ്പിലശ്ശേരി റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിൽ. പോർക്കുളം, കടങ്ങോട്, കടവല്ലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ളതാണ് ഈ റോഡ്. മുൻപ് അക്കിക്കാവ് ബൈപ്പാസിൽ നിർമ്മാണം നടക്കുമ്പോൾ വലിയ ടോറസ് ലോറികൾ ഈ വഴിയാണ് പോയിരുന്നത്. ഇതോടെയാണ് റോഡ് പൂർണ്ണമായും തകർന്നത്. ബൈപ്പാസിൽ നിന്നുള്ള മഴവെള്ളം ഈ റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. വെള്ളക്കെട്ടിൽ കുഴിയറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാകുകയാണ്. മേരിമാത ബോയ്സ് കോട്ടേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. തിപ്പിലിശ്ശേരിയിൽ നിന്നുള്ള റോഡിന്റെ ഒരു ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നാൽ റോഡ് മുഴുവൻ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഗതാഗതം ദുഷ്കരമാവുകയാണ്. റോഡ് ടാറിംഗ് നടത്താൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കുന്നംകുളം.
വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ചീരോത്ത് വീട്ടിൽ മിനി, നെല്ലിക്കൽ വീട്ടിൽ വത്സല എന്നിവർക്കും നാട്ടുകാരനായ തോപ്പിൽ ജെമിനുമാണ് കടന്നൽ കുത്തേറ്റത്. കുറുമാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം തൊഴിലുറപ്പ് പണിക്ക് വന്നതായിരുന്നു മിനിയും വത്സലയും. കാറ്റിൽ കൂടിളകി കൂട്ടത്തോടെ പറന്നെത്തിയ കടന്നലുകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജെമിന് കുത്തേറ്റത്. 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുല്ലശ്ശേരി സെന്ററിലെ പൊതുമരാമത്ത് റോഡിൽ അപകടക്കെണിയായി മാറിയ കുഴികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ മൂടുന്നില്ലെന്ന് പരാതി. മുല്ലശ്ശേരി സെന്ററിലെ കലുങ്കിന്റെ സ്ലാബ് തകർന്നിട്ടും മാസങ്ങൾ പിന്നിട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി MLAയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. മുല്ലശ്ശേരി സെന്ററിൽ PWD റോഡിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ 2024 നവംബർ മാസം പകുതിയോട് കൂടിയിട്ടാണ് ഒരു കുഴി രൂപപ്പെട്ടത്. അന്ന് തൊട്ട് PWD അധികൃതരെ വിവരം അറിയിക്കുകയും അതുമൂലം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നത് അവരെ അറിയിക്കുകയും ഒക്കെ ചെയ്ത് ആ കുഴി തൂർക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ആ കുഴി തൂർക്കാനുള്ള യാതൊരു നടപടികളും PWDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 6 കേന്ദ്രങ്ങളിലായി നടത്താൻ തീരുമാനം. ദേവസ്വം മന്ത്രി VN വാസവൻ മുഖ്യ രക്ഷാധികാരിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ചെമ്പൈ സ്വാമികളുടെ ജന്മനാടായ പാലക്കാട്ടെ കോട്ടായി ഗ്രാമത്തിൽ ചിങ്ങം 1 സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടക്കും. ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നടന്ന യോഗത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം C മനോജ്, കരിവള്ളൂർ മുരളി, ഡോക്ടർ P രാജേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, വൈക്കം വേണുഗോപാൽ, സജീവൻ നമ്പിയത്ത്, KG സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ലോക്കൽ കമ്മിറ്റി അംഗത്തിനെ അറസ്റ്റ് ചെയ്യാത്തത് CPM-ഉം പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. PO ഷാജിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി AA അഷറഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ജോഷി കാഞ്ഞുതറ, സോയി കോലഞ്ചേരി, അബി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ചാഴൂർ പഞ്ചായത്തിൽ പടവ് കമ്മിറ്റികൾ മത്സ്യകൃഷിയുടെ പേരിൽ അടച്ചിട്ടിരിക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ലൂയിസുകൾ ഉടൻ തുറക്കാൻ നിർദ്ദേശം. സ്ലൂയിസുകൾ അടച്ചിട്ടത് മൂലം പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആലപ്പാട്ടുപടവ്, പുള്ളുപടവ് എന്നിവയുടെ ഭാരവാഹികൾക്കാണ് സ്ഥലം സന്ദർശിച്ച് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മോഹൻദാസ് നിർദ്ദേശം നൽകിയത്. പുത്തൻതോടിനോട് ചേർന്ന് അടച്ചിട്ട സ്ലൂയിസുകൾ കണ്ടു ബോധ്യപ്പെട്ട ശേഷമാണ് അവ മുഴുവനായി തുറക്കാൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയത്. ആക്ഷേപങ്ങളും സമ്മർദ്ദങ്ങളും ശക്തമായതിനെ തുടർന്ന് പരിശോധിക്കാനെത്തുന്നവരെ കബളിപ്പിക്കാനായി ചില സ്ലൂയിസുകൾ ഒരു പലക മാത്രം തുറന്ന നിലയിലും മറ്റുള്ളവ മുഴുവനായി അടച്ച നിലയിലുമായിരുന്നു. മത്സ്യകൃഷിക്കായാണ് സ്ലൂയിസുകൾ അടച്ചിട്ടിരിക്കുന്നത്. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ എല്ലാ സ്ലൂയിസുകളും തുറന്നിടാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും അത് മാനിക്കാതെ മത്സ്യകൃഷി കരാറുകാരിൽ നിന്നുള്ള കമ്മീഷൻ കൊതിച്ചാണ് പടവ് കമ്മിറ്റികൾ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ആരോപണം. വെള്ളം സുഗമമായി ഒഴുകിപ്പോകാത്തതിനാൽ ചാഴൂർ, പാറളം കോൾ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആലപ്പാട് പുള്ള് സഹകരണ സംഘത്തിന്റെ മേൽനോട്ടത്തിലുള്ളവയാണ് ഈ 2 പാടശേഖരങ്ങൾ. ആലപ്പാട് വില്ലേജ് ഓഫീസർ, നാട്ടുകാർ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ പുത്തമ്പള്ളിയിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന ചീനി മരം മുറിച്ചു നീക്കി. മാവിൻചുവട് ശവക്കോട്ട റോഡിൽ ഏതു നിമിഷവും നിലം പൊത്താറായി നിന്ന മരമാണ് മുറിച്ചത്. സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹകരണത്തോടെ പൊതുമരാമത്ത് വിഭാഗം ചാവക്കാട് സബ് ഡിവിഷനാണ് മരം മുറിച്ചത്. ദിവസങ്ങളായി തുടരുന്ന മഴ മറ്റത്തൂരിലെ വാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. പാടങ്ങളോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറിയതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത നൂറുകണക്കിന് നേന്ത്രവാഴകളാണ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത്. 1 മാസം മുമ്പ് കൃഷിയിറക്കിയ ചെറുവാഴകളും വെള്ളത്തിലാണ്. വാഴകളുടെ ചുവട്ടിൽ 4 ദിവസത്തിലേറെ വെള്ളം കെട്ടിനിന്നാൽ പഴുപ്പ് ബാധിച്ച് ഒടിഞ്ഞു വീഴുമെന്ന് കർഷകർ പറയുന്നു. മറ്റത്തൂരിലെ ചേലക്കാട്ടുകര, മാങ്കുറ്റിപ്പാടം, കൊടുങ്ങ, കോപ്ലിപ്പാടം, മന്ദരപ്പിള്ളി, നൂലുവള്ളി എന്നിവിടങ്ങളിലെല്ലാം വാഴത്തോട്ടങ്ങൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. വിളവെടുപ്പിന് പാകമായ തോട്ടങ്ങളിൽ വെള്ളക്കെട്ടുള്ളതിനാൽ വാഴക്കുലകൾ വെട്ടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഇനിയും 2 ദിവസത്തിലേറെ കനത്ത മഴ തുടർന്നാൽ വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ മേഖലയിലും നേന്ത്രവാഴത്തോട്ടങ്ങൾ വെള്ളക്കെട്ടിലാണ്. TCV കൊടകര. കിഴുപ്പുള്ളിക്കരയിൽ രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെയും ജ്യേഷ്ഠനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴുപ്പുള്ളിക്കര സ്വദേശികളായ കല്ലിങ്ങൽ വീട്ടിൽ സൽമാൻ, വെല്ലുശ്ശേരി വീട്ടിൽ രമേശ് എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിലുള്ള വിരോധത്തിൽ കിഴുപ്പുള്ളിക്കര സ്വദേശി തീയത്തുപറമ്പിൽ വീട്ടിൽ ദീപുവിനെയും ജ്യേഷ്ഠൻ രാജേഷിനെയുമാണ് പ്രതികൾ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, സിവിൽ പോലീസ് ഓഫീസർ സാജു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാവർട്ടി പഞ്ചായത്ത് മൃഗാശുപത്രിക്ക് സമീപം കോഴിത്തോടിന് കുറുകെയുള്ള പാലം അപകടാവസ്ഥയിലായി. പാലത്തിന് സമീപം വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറി. പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. സാംസൺ ചിരിയൻകണ്ടത്ത്, OM ഫ്രാൻസിസ്, KA അർജുനൻ, KJ തോബിയാസ്, MV കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അപകടാവസ്ഥയിലായ പാലത്തിന് സമീപം വാഴ നട്ട് പ്രതിഷേധിച്ചു. ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ സന്ദർശകരേറുന്നു. കേരളത്തിലെ ഏക മയിൽ സങ്കേത കേന്ദ്രമായ ചൂലന്നൂർ ട്രക്കിങ്ങിനും അനുയോജ്യമാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി നിലകൊള്ളുന്ന ചൂലന്നൂർ മയിൽ സങ്കേതം ചിലവ് കുറഞ്ഞ രീതിയിൽ ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ കേന്ദ്രമാണ്. 202 ഹെക്ടർ പാലക്കാട് ആലത്തൂർ റേഞ്ചിന്റെയും 140 ഹെക്ടർ തൃശൂർ വടക്കാഞ്ചേരി റേഞ്ചിന്റെയും കീഴിലാണ് ഈ മയിൽ സങ്കേതം. തിരുവല്ലാമല, പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തുകളിലാണ് സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രവനം, ശലഭോദ്യാനം, ഹെറിറ്റേജ് ഗാർഡൻ, ഔഷധ സസ്യോദ്യാനം എന്നിവയാണ് പ്രധാന ആകർഷണം. 2 കിലോമീറ്റർ യാത്രയുള്ള ചിലമ്പത്തൊടി ട്രക്കിങ്ങിന് 6 പേർക്ക് 200 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. 4 കിലോമീറ്റർ 3 മണിക്കൂർ യാത്ര ചെയ്ത് ആനയടിയൻ പാത വരെയുള്ള 3 പേർക്കുള്ള ട്രക്കിങ്ങിന് 900 രൂപയാണ് ചാർജ്. 5 കിലോമീറ്റർ നടന്ന് വാച്ച് ടവർ എത്തുന്നതിന് 3 പേർക്ക് 900 രൂപ. ആയിക്കുറിശ്ശിയിലേക്ക് 6 മണിക്കൂർ കൊണ്ട് 8 കിലോമീറ്റർ 3 പേർക്ക് 1800 രൂപ എന്നിങ്ങനെയാണ് ചാർജ് ഈടാക്കുന്നത്. ഗൈഡിന്റെയോ വാച്ചറുടെയോ സേവനമില്ലാതെ 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സഞ്ചാരികൾക്ക് സ്വയം ഈ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്യാം. പേടി കൂടാതെ എല്ലാത്തരം പക്ഷിമൃഗാദികളെയും കണ്ട് മണ്ണറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് മൺസൂൺ യാത്രയ്ക്ക് പറ്റിയ ഇടമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. TCV ന്യൂസ്, തിരുവല്ലാമല. മാളയിൽ വഴിയോരത്ത് അപകടാവസ്ഥയിലുള്ള മരം വെട്ടിമാറ്റുന്നതിനായി ലൈൻ അഴിച്ചു മാറ്റുന്നതിന് പണം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട KICB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉത്തരവ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഒഴിവാക്കി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസാണ് ചാലക്കുടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം പ്രഖ്യാപിച്ച് എത്തിയത്. പുത്തൻവേലിക്കര സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് മരം മുറിക്കുന്നതിനായി ലൈൻ അഴിച്ചു മാറ്റുന്നതിന് സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നും പണം പഞ്ചായത്ത് അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തിങ്കളാഴ്ച കത്ത് നൽകിയത്. പ്രതിഷേധം അറിയിച്ചപ്പോൾ തന്നെ ബുധനാഴ്ച ലൈൻ അഴിച്ചുമാറ്റി മരം മുറിക്കാനുള്ള സൗകര്യം ഒരുക്കാമെന്നും അതിനായി പണം അടയ്ക്കേണ്ടതില്ലെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുകയായിരുന്നുവെന്ന് പ്രസിഡന്റ് ഡെയ്സി തോമസ് പറഞ്ഞു.
കാനകളുടെ അഭാവം മൂലം ഓട്ടുപാറ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഒന്നാംകല്ല് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിന് ശേഷം കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന്റെ മുന്നോടിയായി കാനകൾ വൃത്തിയാക്കാത്തതും ചിലയിടങ്ങളിൽ കാനകൾ ഇല്ലാത്തതും റോഡിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടി അധികൃതർ കൈക്കൊണ്ടില്ലെന്ന പരാതിയും ശക്തമാണ്. ചെറിയൊരു മഴ പെയ്താലും നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ വെള്ളം സംസ്ഥാന പാതയിലേക്ക് കവിഞ്ഞൊഴുകും. ഇതിനു പുറമെ ചില ഭാഗങ്ങളിലെ കാനകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി മണ്ണ് റോഡിന്റെ വശങ്ങളിൽ കൊണ്ടിട്ട് മൺകൂനകളായി മാറി. അടിയന്തര പ്രശ്നങ്ങളിൽ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന പരാതിയും വ്യാപകമാണ്. വെള്ളക്കെട്ടുണ്ടായാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ വരുമെന്ന് നാട്ടുകാർ പറയുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലാണ് അപകട സാധ്യതയുമായി വെള്ളക്കെട്ട് തുടരുന്നത്. TCV വടക്കാഞ്ചേരി. മിൽമയിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര പുത്തൻകുളങ്ങര സ്വദേശി ഹാഷിമിനെയാണ് കൊരട്ടി SHO അമൃതരംഗന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സർക്കാർ സ്ഥാപനമായ മിൽമയിൽ സിസ്റ്റം സൂപ്പർവൈസർ തസ്തികയിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 3,15,050 രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കൊരട്ടി സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെ രണ്ടാംഘട്ട ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ B. ദിലീപ്, കൌൺസിലർമാരായ MR രാധാകൃഷ്ണൻ, ഫൈസൽ കാനാമ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. വിനോദവും വിജ്ഞാനവും പങ്കുവച്ച് 30 വർഷമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷന്റെ തൃപ്രയാർ മേഖല ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ തൃപ്രയാർ മീഡിയ കൺവർജൻസ് SSLC +2 വിജയികളെ അനുമോദിച്ചു. ഉപഭോക്താക്കളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തൃപ്രയാർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷനായി. CC മുകുന്ദൻ MLA സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തക ഷാനി പ്രഭാകർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P. സരിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, TMC മാനേജിംഗ് ഡയറക്ടർ TD സുഭാഷ്, EL ടോണി, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ N. രാജേഷ്, ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട്, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ, മേഖലാ പ്രസിഡന്റ് TM റഹീം, സെക്രട്ടറി KR സുമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്വന്തം വൃക്കദാനം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഷൈജു സായിറാമിനെ ചടങ്ങിൽ ആദരിച്ചു. TCV തൃപ്രയാർ. ദേശീയ പണിമുടക്കിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ താലൂക്ക് കൺവെൻഷൻ നടന്നു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PC സിംല അധ്യക്ഷത വഹിച്ചു. OP ബിജോയ്, രഹ്ന P. ആനന്ദ്, C. ആനന്ദ്, KS രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,200 രൂപ, പവന് 73,600 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. പാവർട്ടിയിൽ മിന്നൽ ചുഴലിയിൽ പരക്കിയ നാശം. ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. കൊടുങ്ങല്ലൂർ പാലിയത്തുരുത്തിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു. മനക്കൊടി പുള്ള് റോഡ്, മനക്കൊടി കോടഞ്ഞു റോഡ്, കരാഞ്ചിറ ബണ്ട് റോഡ് എന്നിവ അടച്ചു. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി. സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. പാലപ്പിള്ളിയിൽ വീണ്ടും വീടിന് നേരെ കാട്ടാനാക്രമണം. വീടിന് മുകളിലേക്ക് കവുങ്ങുകൾ മറിച്ചിട്ട കാട്ടാനക്കൂട്ടം. കോഴിക്കോടും തൊഴുത്തും തകർത്തു. 5 ആനകളാണ് വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തിയത്. മഴ കനത്തതോടെ അപകടക്കിണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞു. കണ്ണാറിയിൽ സ്കൂൾ വാൻ പൈപ്പ് ലൈനിനായി എടുത്ത കുഴിയിൽ താഴ്ന്നു. പുന്നമ്പറമ്പിൽ സിമന്റ് കയറ്റിവന്ന ലോറി റോഡരികിൽ താഴ്ന്നു. ജൂതപ്പള്ളി സംരക്ഷിക്കാൻ മാള പഞ്ചായത്ത് കത്ത് നൽകിയാൽ ഇസ്രായേൽ എംബസിയുമായി ആശയവിനിമയം നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം അറിഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയില്ല. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭ അധികൃതർ. പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.